യേശുനാഥ വാവാ സ്നേഹനാഥ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ ഓ സ്നേഹമേ നീ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ നീ എൻ പ്രാണനാഥൻ നീ എൻ സ്നേഹരാജൻ നീ എൻ പ്രാണനാഥൻ നീ എൻ സ്നേഹരാജൻ നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ ഓ സ്നേഹവുമേ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ. ഈശോയെ, അപ്പത്തിൽ സന്നിഹിതരായിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അപ്പമായി ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വന്നു. കർത്താവിനെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും വരണമെന്ന് വലിയ ആഗ്രഹത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവായ രക്ഷകനായ ദൈവമായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇക്കാലം അത്രമെല്ലാം എന്നെ നയിച്ച അവിടുത്തെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവിനെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആഴമേറിയ കുഴികളിൽ വീണു പോകുമായിരുന്നു. കർത്താവ് എൻ്റെയും അവസ്ഥ അതുതന്നെയാണെന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് താങ്ങിയത് കൊണ്ട് ഞാൻ വീണുപോയില്ല. അഥവാ എപ്പോഴെങ്കിലും വീണെങ്കിൽ അവിടുന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നയിച്ചു. ഇവിടം വരെ ഞാൻ എത്തി നിൽക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. കർത്താവ് വീണ്ടും എന്നെ ശക്തിപ്പെടുത്തുവാനായി, വീണ്ടും എന്നെ അനുഗ്രഹിക്കുവാനായി എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്കും അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. കർത്താവെ, എന്നെ നയിച്ച വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. എന്നെ താങ്ങി നിർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. വീണപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പെരുവെള്ളത്തിൽ നിന്ന് കോരിയെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെ വരെ എത്തിച്ചത് കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ അവിടെ തന്ന അവസരത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഇതിനെ വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ സമയമാക്കി
മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നുപോയ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താനായി ഈ സമയം അവിടുന്ന് ഉപയോഗിക്കണമേ. വീട് കിടക്കുന്ന എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനായി ഈ അവസരം അവിടുന്ന് ഉപയോഗിക്കണമേ. പുതിയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും എനിക്ക് തരുവാനായി ഈ അവസരം ഉപയോഗിക്കണമേ. എൻ്റെ കുടുംബത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചുയർത്തുവാനായി ഈ സമയത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, പിതാവേ, പേരുടെ കാരണക്കാരായ വിശുദ്ധരെ, സ്വർഗവാസികളെ, പ്രത്യേകമായിട്ട് നിങ്ങളുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഈ സമയത്ത് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ദൈവവചനമാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കുവാനായിട്ട് എടുക്കുന്നത്. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വചനമാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിൽ അതൊന്ന് എഴുതി വെക്കാം. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. ഇത് മംഗളവാർത്തയുടെ സമയത്ത് ഗബ്രിയേൽ ദൈവദൂതൻ ദൈവ മാതാവിനോട് പറഞ്ഞതാണ്. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. ഇതേ വചനം ജെറമ്യായുടെ പുസ്തകത്തിലൂടെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ. നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്ന ആദ്യത്തെ വചനം ഇതാണ്: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വിശ്വാസ പ്രമാണത്തിലെ ആദ്യത്തെ വചനം തന്നെ സർവശക്തനായ ദൈവത്തിൽ എന്നാണ്. അപ്പം ദൈവത്തിന് വലിയ ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി പരിഹരിക്കാനും ലഘൂകരിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ചിന്ത ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകാറുണ്ടോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തിയ എത്രയോ സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അനേക അത്ഭുതങ്ങൾ ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കാനുള്ള പ്രായം കഴിഞ്ഞിട്ടും അബ്രാഹത്തിനൊരു കുട്ടിയെ നൽകി, ഇസഹാക്കിനൊരു കുട്ടിയെ നൽകി, മനോവയ്ക്ക് കുട്ടിയെ നൽകി. അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നാനാതരത്തിലുള്ള അത്ഭുത പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. ചെങ്കടൽ വിഭജിച്ചതും പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കിയതും മന്നയും കാടപ്പക്ഷിയും വർഷിച്ചതും ജെറിക്കോ പട്ടണത്തിൽ മതിൽ വീഴിച്ചതുമൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതപരമായ ശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇതുപോലത്തെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യേശു തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. ദൈവത്തിനെല്ലാം സാധിക്കുമെന്ന് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യേശു എന്നിട്ട് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം ഇതാ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. അധികാരം നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. നിങ്ങൾ പോയി ഇതേ അത്ഭുതങ്ങൾ ചെയ്യുക, ഇതേപോലെ പിശാചുകളെ പുറത്താക്കുക, ഇതേപോലെ രോഗികളെ സുഖപ്പെടുത്തുക, ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് യേശു സ്ലീഹന്മാരെ അയച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെയും നാസറായനായ യേശുവിൻ്റെ നാമത്തിൽ എണ്ണമറ്റ
അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളുമെല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തുമാത്രം ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളിലാണ് ദൈവം ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്തത്. മാനുഷികമായി ചിന്തിച്ചാൽ ചെങ്കടൽ കടക്കാൻ പറ്റത്തില്ല. ജെറിക്കോ പട്ടണത്തിൽ മതിൽ വീഴിക്കാൻ പറ്റത്തില്ല. മന്നയും കാടപ്പക്ഷിയും വർഷിക്കപ്പെടുന്നതിനെ പറ്റി ഭാവനയിൽ പോലും കാണാൻ പറ്റില്ല. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാണാൻ പറ്റില്ല. സക്കറിയായ്ക്കോ അബ്രാഹത്തിനോ മനോവയ്ക്കോ കുട്ടി ജനിക്കുന്നത് ഭാവനയിൽ പോലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ മനുഷ്യൻ്റെ സങ്കല്പത്തിന് ഭാവന കാണാൻ പോലും പറ്റാത്ത മേഖലകളിലേക്ക് പോലും ദൈവം കടന്നു ചെന്ന് അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു, വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ബൈബിളിൽ മുഴുവൻ പരിശോധിക്കുമ്പോൾ കാണുന്നത്. ബൈബിളെ വിട്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നാലും ഇതുതന്നെ നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. നമ്മുടെ തന്നെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇത്തരം സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത മാർഗത്തിലൂടെ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ എത്രയോ കഥകൾ, അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മളിൽ പലർക്കും പറയാനുണ്ടാകും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നതും ഞാൻ ഭാവനയെ കാണുകയാണ്. അപ്പം ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ്: എല്ലാം സാധിക്കുന്ന ദൈവത്തിൻ്റെ ആ സാധ്യത എനിക്ക് എൻ്റെ ചില പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അല്പം കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയില്ലേ? എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആ ശക്തി എൻ്റെ ചില പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടി, അഥവാ ലഘൂകരിക്കാൻ വേണ്ടി എനിക്ക് അല്പം കൂടി ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരു ബോധ്യം കിട്ടും. എനിക്ക് അല്പം കൂടി ദൈവത്തിൻ്റെ ആ ശക്തി എൻ്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിലൂടെ എനിക്കും അസാധ്യമെന്ന് ഞാൻ കരുതുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരേണ്ടത്. പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അതിനെപ്പറ്റി ഓർത്താൽ മനസ്സ് കൂടുതൽ പൊണ്ണാകത്തേ ഉള്ളൂ. അതിന് പകരം പ്രശ്നത്തെ അവിടെ വിട്ടിട്ട് അതിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന കർത്താവായ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് അല്പം കൂടി നമ്മുടെ കണ്ണുകളെ തിരിക്കാനും ഹൃദയമുയർത്താനും സാധിച്ചാൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൂടുതൽ ശക്തി കടന്നു വരുന്ന അനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഒന്നിനെയും ഓർത്ത് ഭയപ്പെടാതിരിക്കുക. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് നിരാശപ്പെടാതിരിക്കുക. ഒരു വഴിയുമില്ലല്ലോ എന്ന് അപ്സെറ്റ് ആകാതിരിക്കുക. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. പകരം എനിക്ക് ജീവിക്കണം, എനിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിന് എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ആത്മീയമായ പ്രചോദനം നമ്മൾ സ്വീകരിക്കണം. അതിന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ ദിവസം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. ഞാനും നിങ്ങളും നോക്കുമ്പോൾ പരിഹാരമില്ല. ഞാനും നിങ്ങളും നോക്കുമ്പോൾ അസാധ്യങ്ങളാണ്. പക്ഷേ അസാധ്യമെന്നൊരു വാക്ക് ദൈവത്തിനില്ല. അസാധ്യമെന്നൊരു കാര്യം ദൈവത്തിനില്ല. അത് വിശ്വസിക്കാം നമുക്ക്. ദൈവമേ, എനിക്ക് സാധിക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിനക്ക് സാധിക്കും എന്നൊന്ന് ഏറ്റു പറയാമോ? നിനക്ക് സാധിക്കുമെന്ന് നേറ്റു പറയാമോ? അതുകൊണ്ട് നീ എനിക്കിത് ചെയ്തു തരണം. ഈശോയുടെ അടുത്ത് എത്രയോ പേര് പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കിത് ചെയ്തു തരാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കിത് ചെയ്തു തരാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താ? നിനക്കതിനുള്ള കഴിവുണ്ട്. ഇനി ഒന്ന് മനസ്സും കൂടി വെച്ചാൽ മതി, എനിക്കത് ചെയ്ത് കിട്ടും. നമുക്കും പറയാം, കർത്താവേ, നിനക്ക് കഴിവുണ്ട്, നിനക്ക് ശക്തിയുണ്ട്, ഒന്ന് മനസ്സ് വയ്ക്കണമേ. അതിനായിട്ട് ഇന്ന് നിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്
അസാധ്യമെന്ന് ഞാൻ കരുതുന്ന കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഞാൻ നോക്കിയിട്ടും പറ്റാത്ത പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവർ നോക്കിയിട്ടും പരിഹരിക്കപ്പെടാൻ കഴിയാതെ കിടക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, നിൻ്റെ ആ ശക്തിയിൽ നിന്ന് ഒരല്പം ശക്തി എനിക്ക് തരണമേ, ഒരല്പം കൃപ തരണമേ, പുതിയ അഭിഷേകം തരണമേ. എന്നെ ഇന്ന് രക്ഷിച്ച് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പസമയം പ്രാർത്ഥനയിലേക്ക് തിരിയുകയാണ്. അതിന് നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം. ഈ അപ്പത്തിൽ നമ്മൾ കാണുന്നത് സർവ്വതും എനിക്ക് സാധിക്കുമെന്ന് പറയുകയും നമ്മുടെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമാണ്. ശൂന്യതയിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ്. ചെങ്കടലിനെ വിഭജിച്ച ദൈവമാണ്. മന്ന വർഷിച്ച ദൈവമാണ്. മരുഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങളെ, ആവശ്യങ്ങളെ, പ്രതിസന്ധികളെ ഒന്ന് ബോധപൂർവ്വം സമർപ്പിക്കാം. എന്നിട്ട് പറയാം, കർത്താവേ, ഈ വക കാര്യങ്ങളിൽ, ഈ മേഖലകളിൽ എനിക്ക് നിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ്, നിൻ്റെ ഒരു കൃപ ആവശ്യമാണ്, നിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനം ഈ മേഖലയിൽ എനിക്ക് ആവശ്യമാണെന്ന് ഒരു നിമിഷമെന്ന് മനസ്സുകൊണ്ട് ഈശോയോട് പറയാം. ഈശോ, എന്നിട്ട് ആ പ്രശ്നത്തിലേക്ക് ഒന്ന് വിളിക്കാം. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് എന്നെ ഇന്നൊന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക്, ആരാധനയിലേക്ക് കടക്കാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. ഹൃദയം കൊണ്ട് ഏറ്റു പറയാം. യഹോവയ്ക്കു കഴിയാത്ത അധരം കൊണ്ട് ഏറ്റു പറയാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഓ കർത്താവേ, അത് ഞങ്ങൾ വിശ്വസിച്ചിട്ട് പറയുന്നു. പത്രോസിൻ്റെ ഒരു പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുകയാണ്. പത്രോസ് പ്രാർത്ഥിച്ചു, പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകരമായ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. കർത്താവേ, പത്രോസിൻ്റെ ആ ഒറ്റവാചക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവിടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. അതാണ് നസറായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ആ നാമത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകുന്നു. പ്രശ്നങ്ങൾ കീഴടങ്ങുന്നു. ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടുന്നു. പിശാചികൾ കീഴടങ്ങുന്നു. രോഗങ്ങൾ സുഖപ്പെടുന്നു. കർത്താവേ, ഇത് ഏറ്റുപറയുന്നു. കർത്താവേ, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് രോഗികളായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങളിലേക്ക് സൗഖ്യമായി നീ കടന്നു ചെല്ലണമേ. മരുന്നോ ലേപനത്തിനോ സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗപീഠകളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ സൗഖ്യത്തിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികളെ സുഖപ്പെടുത്തിയ, മരിച്ചവരെ പോലെ ഉയർപ്പിച്ച നിന്റെ ദൈവികമായ ശക്തി എല്ലാ രോഗികളിലേക്കും
കടന്നു ചെല്ലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ യേശുവേ നന്ദി. കരം നീട്ടണമേ. യേശുവേ കരം നീട്ടി അങ്ങേ തൊടണമേ. പരിശുദ്ധദാസനാം യേശുവേ തൊടണമേ. യേശുവിന്റെ യേശുവേ നാമത്തിൽ തൊടണമേ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം. കർത്താവേ ഇപ്പോൾ തന്നെ രോഗശാന്തികൾ ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കർത്താവേ യേശുവേ നന്ദി. കരം നീട്ടണമേ. യേശുവേ നന്ദി. അങ്ങേ പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ യേശുവേ. അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ, രോഗശാന്തികൾ യേശുവേ. സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ വിധങ്ങളായ കാരണങ്ങളാൽ മനസ്സിന് മുറിവേറ്റ് നിരാശയിലും ദുഃഖത്തിലും തളർന്നു പോയ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, നിന്റെ ശക്തി അവരിലേക്ക് ഒഴുക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരുടെ മുറിവുകൾ വെച്ച് കെട്ടണമേ, നിന്റെ കരം നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ. കരം നീട്ടണമേ. യേശുവേ. അങ്ങേ പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ, മറ്റു വിവിധങ്ങളായ പ്രയാസങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതെ കാണുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഓ കർത്താവെ, അവർക്ക് നീ വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാണാത്ത വഴികൾ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം നൽകി ആ കുടുംബങ്ങളെ നീ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കുടുംബങ്ങളിലേക്ക് നിന്റെ കൃപ, നിന്റെ സമൃദ്ധി ഒഴുകിയെത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ കരം നന്ദി. നീട്ടണമേ. യേശുവേ അങ്ങേ നന്ദി. പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. ശക്തി അയക്കണമേ. ശക്തി അയക്കണമേ. കർത്താവെ, ഞങ്ങൾ ഇവിടെ ഏറ്റു പറഞ്ഞതും പറയാത്തതുമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഓരോ സഹോദരി സഹോദരന്മാരിപ്പോൾ നിശബ്ദതയിൽ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഞാൻ കൂട്ടിച്ചേർത്ത് തിരുമുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഉയർത്തിയ പ്രാർത്ഥനകൾ നിന്റെ കാതുകളിൽ എത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നീ കരം നീട്ടിയിരിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു. അനുഗ്രഹങ്ങൾ വർഷിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ നീ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ്, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിയും, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കർത്താവെ, അവിടുന്ന് ഇന്ന് കരം പിടിച്ച് ഞങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാളത്തെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നാളത്തേക്ക് വേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങൾ തലകുനിച്ച് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ കരം ഞങ്ങൾ ഓരോരുത്തരുടെ തലയിൽ ഇപ്പോൾ വയ്ക്കണമേ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സുഖമുണ്ടാകട്ടെ എന്ന് അനേകരോട് പറഞ്ഞ വാക്ക് എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് എന്നോടൊന്ന് പറയണമേ. ഓ കർത്താവേ, നിൻ്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ. നിൻ്റെ നാമത്തിൽ ശരീരത്തിനും മനസ്സിനും സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, അക്കാരം എൻ്റെ കുടുംബത്തിന് മേലൊന്ന് നീട്ടിക്കൊണ്ട് എൻ്റെ കുടുംബത്തിന് മേൽ നിന്റെ കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബമെന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ബന്ധനങ്ങളെന്ന് അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനക്കേടുകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് തലകുനിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സൗഖ്യമേ, ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.